ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2179. ഇന്ന് ഡിസംബർ മാസം 18-ാം തീയതി 352-ാമത്തെ ദിവസത്തിലെത്തി. കേവലം വികാരത്തിൽ നിന്നാണ് പൊതുവെ എല്ലാവരിലും വിചാരം ഉത്ഭവിക്കുന്നത്. ഈ വിചാരത്തെ നമുക്ക് അപ്പടി ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ പറ്റരുത് കേട്ടോ. ഈ വിചാരത്തെ തുടർന്ന് ഒരു നേർവിചാരം ഉണ്ടാവുന്നുണ്ട്. അതിനെ വിളിക്കേണ്ട പേര് വീണ്ടുവിചാരം എന്നാണ്. ഈ വീണ്ടുവിചാരം ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പലതും നമുക്കൊന്ന് തിരുത്തിയെടുക്കാനും കഴിയാതെ പോകുന്നത്. പ്രവൃത്തിക്ക് മുൻപ് വീണ്ടുവിചാരം ഉണ്ടായാൽ എത്ര ഭാഗ്യമാണ്. എന്നാൽ പലപ്പോഴും പ്രവൃത്തിക്ക് ശേഷമാണ് വീണ്ടും വിചാരം ഉണ്ടാകുന്നത്. എന്തൊരു കഷ്ടമാണല്ലേ. വീണ്ടും വിചാരം ഉണ്ടാകാൻ സമയമെടുക്കും. ആ ഒരു സമയം അനുവദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താ ചെയ്തു കൂട്ടുന്നത്? വിചാരിച്ച കാര്യങ്ങളെ പ്രാവർത്തികമാക്കുകയാണ് വളരെ ധൃതിയിൽ. മറിച്ച് സംഭവിക്കണമെങ്കിൽ കൃപ ആവോളം നമ്മൾ സംഭരിച്ച് വെക്കേണ്ടതുണ്ട്. ഹൃദയത്തിലെ ദൈവത്തിൻ്റെ കൃപ. അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് സുവിശേഷം പറയുന്നുണ്ട്. അയാൾ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു എന്ന്. ആരെക്കുറിച്ചാണ്? നീതിമാനായ യൗസേപ്പിനെ കുറിച്ചാണ്. ഒരർത്ഥത്തിൽ അത്ര ആലോചിക്കേണ്ട കാര്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. കേവല യുക്തിക്ക് ഒരിക്കലും നിരക്കാത്തൊരു കാര്യവുമാണ്. തൻ്റെ ഭാര്യയാകേണ്ട മറിയമെന്ന പെൺകുട്ടിക്ക് സംഭവിച്ച കാര്യമായി. എന്നിട്ടും യൗസേപ്പ് അതേപ്പറ്റി കാര്യമായി ഗാഢമായി ആലോചിച്ചുകൊണ്ടിരുന്നത്രേ. എന്തിനാ? വികാരത്തെ വിചാരം കൊണ്ടും വിചാരത്തെ പിന്നീടുണ്ടാകുന്ന വീണ്ടും വിചാരം കൊണ്ടും നന്നായി ഒന്ന് നിയന്ത്രിക്കേണ്ടതുണ്ട്. സുവിശേഷം നീതിമാനെന്ന് വിളിപ്പേരിട്ട ആ മനുഷ്യൻ അതാണ് ചെയ്യുന്നത്. ഈ വീണ്ടും വിചാരത്തിന് സമ്മാനമെന്നോണം പിന്നെ അയാളുടെ ജീവിതം മുഴുവൻ നിയന്ത്രിക്കുന്നത് സ്വർഗവും ദൈവവും ദൈവമയച്ച ദൂതന്മാരുമൊക്കെയാണ്. വീണ്ടും വിചാരമുണ്ടായാൽ പിന്നെ രണ്ട് സാധ്യതകളുണ്ട്. ഒന്നെങ്കിൽ എങ്ങനെയും സ്വയം ന്യായീകരിച്ച് മുമ്പോട്ട് നടക്കാം, അല്ലെങ്കിൽ യാത്ര നിർത്തി മിഴിനനഞ്ഞ് തിരികെ നടക്കാം. ഒരു വീണ്ടും വിചാരത്തിൽ പരസ്പരം പഴിചാരാതെ ഒന്ന് കമിഴ്ന്നു കിടന്ന് മാപ്പിരുന്ന് പൊട്ടിക്കരഞ്ഞിരുന്നെങ്കിൽ മനുഷ്യനിന്നും തമ്പുരാന്റെ കൈപിടിച്ച് പർദീസായി സായാഹ്ന സവാരികൾ നടത്തിയനെ. ഇന്നും പർദീസ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് വീണ്ടും വിചാരങ്ങൾ ശരിക്കും ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. അതിനകത്ത് കണ്ണീരിന്റെ ഉപ്പ് കലരാത്തത് കൊണ്ടാണ്. അയാൾക്ക് വീണ്ടും വിചാരമുണ്ടായെന്നാണ് തിരുവചനം പറയുന്നത്. നിശ്ചയമായും കരഞ്ഞിട്ടുണ്ടാവും. കുശവന്റെ പറമ്പിലൊടുങ്ങിയത് മിഴുനീർ നീതിക്കാത്ത ആ ഒരു സാഹചര്യത്തെയും കൂടി നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. കുശവന്റെ പറമ്പിലെ ഒരുവനിങ്ങനെ ഒടുങ്ങിത്തീരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അത് വേണ്ടതുപോലൊരു വീണ്ടും വിചാരം വരാതെ പോയത് കൊണ്ടാണ്. വിചാരങ്ങൾ നോക്കിയല്ല ദൈവം ഇനി മാർക്കിടുന്നത്. പിന്നെ നമ്മുടെ വീണ്ടും വിചാരങ്ങൾ കൂടി ദൈവസന്നദ്ധിയിലെ കാര്യമായി പരിഗണിക്കുന്നുണ്ട്. നീതിമാനായ യൗസേപ്പിനെ നമുക്ക് കുറെ കൂടി ചേർത്ത് പിടിക്കാം. ആമേൻ.